ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ അങ്ങനെ പോവാണ്. അറ്റൻഡൻസിന് വേണ്ടി മാത്രമാണ് ഈ പോക്ക്. അങ്ങനെ ഈ പാർക്കിലൂടെ നടന്ന്, പിന്നെ ഇതാണ് AJB. ചുമ്മാ നടക്കുമ്പോൾ തന്നെ ഓരോരോ കാഴ്ചകൾ കാണാം. അതിലൊരു കാഴ്ചയാണ് ഇതുപോലത്തെ കാഴ്ചകൾ. പിന്നെ ഇതാണ് നമ്മുടെ പയ്യൻ അശ്വിൻ. ഇവൻ്റെ ഒപ്പമാണ് നമ്മളിന്ന് പോക്ക്. പിന്നെ ഇതാണ് നമ്മുടെ ജിമ്മ്. ഇവിടെയാണ് നമ്മൾ ജിമ്മിന് പോകാറ്. അങ്ങനെ നമ്മൾ ബസ് കയറി ബസ്സിന് സീറ്റ് കിട്ടി. അപ്പോഴാണ് മുടിൻ്റെ ബ്ലോക്ക്. അങ്ങോട്ട് നോക്കിയാലും ബ്ലോക്ക്, ഇങ്ങോട്ട് നോക്കിയാലും ബ്ലോക്ക്, എവിടെ നോക്കിയാലും ബ്ലോക്ക്. അപ്പോൾ പിന്നെ ഇതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, വെറുതെ ചുമ്മാ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജാലഹള്ളി ക്രോസിലെത്തി. അവിടെ നിന്ന് പിന്നെയാണ് പോകേണ്ടത് മെട്രോ സ്റ്റേഷനിലേക്ക്. കുറച്ചുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ആ സ്റ്റേഷനെത്തി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട്. അപ്പോൾ അവിടെ ഒരു ഷോപ്പുണ്ട്. നമ്മൾ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയി. പിന്നെ ഇതും ചുമ്മാ അങ്ങനെ പിന്നെ ടിക്കറ്റ് എടുക്കാൻ നമ്മൾ കയറി. അങ്ങനെയാണ് മുടിഞ്ഞ തിരക്ക്, അത്യാവശ്യം ചെറിയൊരു തിരക്കൊക്കെ. പിന്നെ നമ്മുടെ രംഗമാണ് ടിക്കറ്റ് എടുക്കേണ്ട ഒരു രംഗം. അങ്ങനെ പിന്നെ നമ്മൾ ട്രെയിൻ വരാൻ വേണ്ടി കാത്തിരുന്നു. മെട്രോയിലേക്ക് കയറിയ ശേഷം കുറേ നേരം കാത്തിരുന്നാലും ട്രെയിൻ അപ്പം തന്നെ വന്നൊന്നുമില്ല. പിന്നെ നമ്മൾ ചുമ്മാ പതിവ് പോലെ തന്നെ മിറർ നോക്കി ഇങ്ങനെ തന്നെ നിന്നു. അവസാനം ട്രെയിൻ വന്നു. ചെറിയൊരു അബദ്ധം പറ്റി. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേഷൻ്റെ പേര് മഹാലക്ഷ്മി ഇറങ്ങേണ്ടപ്പോൾ നമ്മള് അശ്വിൻ ഉണ്ടല്ലോ യശദൂരം ഇറങ്ങി. ചുമ്മാ ഇറങ്ങിയതാ. ഞാനാണെങ്കിൽ അതിൻ്റെ പിന്നാലെ കയറി ഇറങ്ങി. നമ്മളാണെങ്കിൽ പേര് നോക്കില്ല. ഞാൻ കേട്ടു യശദൂരം, പക്ഷെ ഞാൻ അങ്ങനെ നോക്കിയില്ല, ശ്രദ്ധിച്ചില്ല. പിന്നെ അതിനിടയിൽ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ ആ ഒരു വനിത കോൺസ്റ്റബിൾ വന്നിട്ട് നമ്മളോട് ഷൂട്ട് ചെയ്യുന്നതാണ്. പിന്നെ അവർ പോയ സമയത്ത് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്നു. അവസാനം നമുക്ക് ട്രെയിൻ കിട്ടി അടുത്തത്. പിന്നെ ഇതാണ് നമ്മുടെ ഇസ്കോൻ ടെമ്പിള്. കാണാത്തവർ വേണമെങ്കിൽ കണ്ടോ, നല്ല രസമുള്ള ടെമ്പിളാണ്. പിന്നെ നമ്മൾ മഹാലക്ഷ്മി ഇറങ്ങി നടന്നപ്പോൾ വേറെ രണ്ടാൾക്കാരെ കിട്ടി. അവരാണ് യുവന്മാർ. അപ്പോൾ നമുക്ക് രണ്ടുപേരെ വഴി വെച്ച് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഗ്രൂപ്പ് ഓഫ് 4 ആയി. ഞാൻ ഇങ്ങനെ ചുമ്മാ വീഡിയോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ മരം കണ്ടത്. നമ്മുടെ എന്തോരം കോമ്പറ്റീഷൻ അല്ലേ മരത്തിൻ്റെ. ഇതാണ് നമ്മുടെ സ്ഥലം. നമ്മളിപ്പോൾ ഇവിടുത്തെ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. അവിടെ ആണെങ്കിൽ ഫുൾ എക്സ്പെരിമെൻ്റ്. ടോട്ടൽ 3 എക്സ്പെരിമെൻ്റ് ഉണ്ട്. ഫസ്റ്റ് 2 എക്സ്പെരിമെൻ്റ് ആണെങ്കിൽ മോർണിംഗും പിന്നെ ഒരെണ്ണം ആഫ്റ്റർനൂണാണ്. പിന്നെ ഇപ്പം മരിക്കും വലിയ ഐഡിയ ഉണ്ടാകുന്നില്ല ഇതെങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്ന്. ലാസ്റ്റ് ഞാൻ പണ്ടാറങ്ങാനായിട്ട് എവിടെയെങ്കിലും കുത്തി ലാസ്റ്റ് ഒരു സംഭവം ഉണ്ടാക്കി വെച്ചു. അതാണെങ്കിലോ ലാസ്റ്റ് ടീച്ചർ ഒന്ന് കറക്റ്റ് ചെയ്തപ്പോൾ എല്ലാം തെറ്റ്. ഇവിടെ പിന്നെ കോഡിങ്ങിലും പകുതി ഉണ്ട്. കോഡിങ് പകുതി, എക്സ്പെരിമെൻറ്റ് പകുതി. അങ്ങനെയാണ്. ലാസ്റ്റ് അവന്മാർ ഇൻപുട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ വയറുകളും അവന്മാർ ഊരിക്കളഞ്ഞ് ലാസ്റ്റ് ടീച്ചറിൻ്റെ രീതിയിൽ കുത്തിയപ്പോഴാണ് റെഡി ആയത് ലാസ്റ്റ്. പിന്നെ ഇത് ഫുള്ള് കന്നഡയിലാണ് സംസാരിക്കുന്നത് ടീച്ചർമാരൊക്കെ. കാരണം നമുക്കൊന്നും മനസ്സിലായില്ല. നമ്മൾ ചുമ്മാ കേട്ടാൽ അറിയും, വേറെ അറിയില്ല. ಫಾರ್ಮ್ 3 ಇದೆ. 3 ಸೆಲೆಕ್ಟ್ ಮಾಡ್ಕೋತೇನೆ. ಅದು ನೆಕ್ಸ್ಟ್ ಕಂಪೈಲ್ ಕೊಡೋ ಉದ್ದೇಶ ಪ್ರೋಗ್ರಾಮ್ ಕರೆಕ್ಟ್ ಇದೆಯಾ ರಾಂಗ್ ಇದೆಯಾ ಅಂತ ತೋರಿಸುತ್ತೆ. ಸಪೋಸ್ ರಾಂಗ್ ಇದೆ ಅದು ಹೇಳುತ್ತೆ ಯಾವ ಲೈನ್ ಮಿಸ್ಟೇಕ್ ಇದೆ, ಆಗ ನಾವು ಕರೆಕ್ಟ್ ಮಾಡ್ಕೊಂಡ್ರೆ ಆಯಿತು. ಇದನ್ನು ಮೂವ್ ಮಾಡಿದ್ರೆ ಮೂವ್ ಆಗುತ್ತೆ. ಈಗ ನಾವು ಹೀಗೆ ಮೂವ್ ಮಾಡಿದರೆ ಫಸ್ಟ್ ಒನ್ನು ಹೀಗೆ ಮಾಡಿ. ಈಗ ನೀವು ಮೆಟ್ರೋ ಶಾಪಿಂಗ್ ಎಲ್ಲ ಹೋದಾಗ ಒಂದು ಗಾಡಿ ಇರುತ್ತೆ. ಗಾಡೀಲಿ ಕಂಟ್ರೋಲಿಂಗ್ ಅಂದರೆ ಸ್ಟೇರಿಂಗ್ ಇಟ್ಕೊಂಡು ಒಂದು അങ്ങനെ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഇൻ്റർവ്യൂ കിട്ടി. അപ്പോൾ നമ്മൾ ചുമ്മാ ഒരു ഫാനൊക്കെ ഇറക്കിയിട്ടിരുന്നു. പക്ഷേ നമുക്ക് കിട്ടിയ ഫാൻ പൊട്ടിയതാണ്. ബാക്കി എല്ലാവർക്കും നല്ല ഫാൻ കിട്ടി. പിന്നെ അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. പിന്നെ ബാക്കിൽ വെക്കുന്ന അവന്മാരുടെ ഫാനാണിത്, അവന്മാരുടെ എക്സ്പെരിമെൻറ്റ്. പിന്നെ നമ്മൾ നേരെ ഇൻ്റർവ്യൂവിൻ്റെ പുറത്തേക്ക് പോയി. അങ്ങനെ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞൊക്കെയാണ്. വലിയ ക്ലാസ്സൊന്നും ഇല്ല, നല്ല ചെറിയൊരു ഇത് എന്താ പറയുക, ഒരു മട്ടൽ ക്ലാസ് ഒക്കെ കഴിക്കാൻ. കാരണം ശരിക്കും ഉറക്കം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രി 2:30 കിടന്ന് ഉറങ്ങി.
എന്നിട്ട് രാവിലെ ഒരു 8:30 കഴിഞ്ഞു. അതാണ് ചടങ്ങ്. അപ്പോൾ ഫുഡേക്ക് പോകുന്നത്. And he says that the day wasted. His day was wasted. Hey, come man. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കുള്ള മസാല ദോശയാണ്. ഞാൻ മസാല ദോശയും കഴിച്ച് രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല വിശപ്പായിരുന്നു. ആ മസാല ദോശയും കഴിച്ച് ചുമ്മാ ചായയും കുടിച്ച് എന്നിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ താരദേവിനെ കണ്ടത്. താരദേവിയും പിന്നെ അവളുടെ കൂട്ടുകാരിയും. സീനിയറാണ്, പക്ഷെ എനിക്ക് പേരൊന്നും അറിയില്ല. പിന്നെ ഫസ്റ്റ് തന്നെ പോയ കാരണം പിന്നെ റിസ്ക് എടുക്കാൻ നിന്നില്ല. പിന്നെ ഫുൾ ടീച്ചർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് പിന്നെ ടീച്ചർ വന്നിട്ട് ശേഷമാണ് നമ്മൾ എക്സ്പീരിയൻസ് തുടങ്ങിയത്. അതാണ് പിന്നെ ടീച്ചർ തന്നെ എല്ലാം കറക്റ്റ് ചെയ്ത് ഇൻപുട്ട് ചെയ്തെല്ലാം ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണം കണ്ടോ അമ്മ അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നോക്കിയേ എന്ത് രസമല്ലേ. ഇതാണ് പിന്നെ രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റ്. ഇതാണ് ഒരു ഫാൻ കറക്കുന്ന ഒരു എക്സ്പെരിമെൻറ്റ്. ലാസ്റ്റ് ഇവൻ കറക്കേണ്ടതാണ്, പക്ഷേ ഫാൻ കറങ്ങിയിട്ടുണ്ടല്ലോ ഗഡി പേടിച്ചു. കാരണം ഗഡി എവിടെയോ നോക്കിക്കായിരുന്നു. പിന്നെ ചെറിയ ഫാനാന്ന് വെച്ചിട്ട് തള്ളിക്കളയൊന്നും വേണ്ട, അത്യാവശ്യം നല്ല കാറ്റുണ്ടാവില്ലേ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഉച്ചക്കലത്തെ ഒരു ബ്രേക്കായി. അപ്പോൾ നമ്മളോട് പോയി ഫുഡ് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ ഒരു അശ്വിൻ്റെ ഒരു സ്പോട്ട് ഉണ്ടായിരുന്നു, അങ്ങോട്ട് പോക്കാണിത്. എഗ് റൈസാണിത്, പക്ഷേ എഗ്ഗൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ മസാല ദോശ കഴിച്ച കാരണം വലിയ വിശപ്പുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ കഴിച്ചു, കുഴപ്പമില്ല. പിന്നെ നമ്മളിവിടെ വന്നപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ്സൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സാർമാരൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് വരുന്നതിന് വന്നപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് എക്സ്പെരിമെൻറ്റ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളൊരു മോട്ടറിൻ്റെ കറക്റ്റ് വർക്കിംഗ് പ്രിൻസിപ്പിളാണിത്. കറക്റ്റ് ഇങ്ങനെ മോട്ടർ വർക്ക് ആവുന്നു അത്ര തന്നെ. പിന്നെ ആ സെൻസറൊക്കെ വെറുതെ വെച്ചേക്കുന്നത്, അത് വെച്ചാലും വെച്ചില്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അതിനിടയിൽ വേറൊരു സംഭവം ഉണ്ടായി. നമ്മുടെ 2 പിങ്ക് ബോട്ടിലുണ്ടല്ലേ, അത് അവർക്ക് കൊണ്ടുപോയി വെച്ച് കൊടുത്തു പെൺപിള്ളേർക്ക്, അമ്മോരുടെ. എന്നിട്ട് നമ്മൾ ഈ തുക്കട സ്ഥാനത്തിൽ വേണം എല്ലാ പരിപാടിയും ചെയ്യാൻ. അതിനിടയിൽ ക്ലാസ് കഴിയാറായപ്പോൾ നമുക്ക് സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് സാറേ. ഞങ്ങൾ ഭയങ്കര ശ്രദ്ധ, കാരണം ഞങ്ങൾ 2 പേരുടെ ബാങ്കിൽ നിന്ന് പൈസ പിടിച്ചു. ഇതെന്താ കഴിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഭയങ്കര ദാഹം. അപ്പോൾ നമ്മൾ പിന്നെ ഒരു ജ്യൂസ് വാങ്ങാൻ പോയി. അപ്പോൾ ക്ലാസ്സൊക്കെ നല്ല പോലെ തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നല്ല ക്ലാസ് ആയിരുന്നു, ഒന്നും പറയാല്ല. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ആ ടൂർ കഴിഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് 2 ദിവസം നമ്മൾ ശരിക്കും പറഞ്ഞാൽ പോയിട്ടില്ല. പിന്നെ 2ാമത്തെ ദിവസം തൊട്ടാണ് നമ്മൾ പോയത്. ഇവൻ പോയി, 2ാം ദിവസം ഇവനും പോയില്ല. 3ാമത്തെ ദിവസം നമ്മൾ പോയി. ഇനി വരാത്തവർക്ക് ഫൈൻ കിട്ടും, അറ്റൻഡൻസ് കുറയുന്നൊക്കെ പറയുന്നുണ്ട്. അറിയില്ല, ചിലപ്പോൾ ഇന്ന് നമ്മൾ വന്ന കാരണം ചിലപ്പോൾ അറ്റൻഡൻസ് എടുക്കണ്ടാവില്ല. അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ വ്ളോഗ് കൂടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ശരി, പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.